പിന്നെ അതുപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ, ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട് ഈ വീട് മക്കൾക്ക് കൊടുത്തൂടെ, എന്തിനാ വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വെക്കുന്നത്. സൽഹാനോട് സമ്മതത്തോടെ, സൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വെക്കുന്നത്. വീട് വെക്കുന്നതിന് പ്രത്യേകം ഇവിടെ ഞാൻ ഇവിടെ പോയിട്ട് ഈ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താൽ ശരിക്കും നോക്കിയൊന്നും വരില്ല, അതുകൊണ്ടൊക്കെയാണ് വെക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ എല്ലാ സത്യങ്ങളും ഗഫൂർക്ക തുറന്നു പറഞ്ഞിരിക്കുന്നു. ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയൻ ഇന്നലെ ഇട്ട വീഡിയോ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആ സത്യാവസ്ഥ എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി ഈ വീഡിയോ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറെ ദുഃഖകരമായ അവസ്ഥ തന്നെയാണ്. എല്ലാം വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉറപ്പായി ഹൈപ്പ് ചെയ്ത് കാണാൻ ഇനിയെങ്കിലും ശ്രമിക്കുക കള്ള ഹിമാറുകളെ. അതായത് ഗഫൂർക്ക എന്ന് പറയുന്ന ആ ഒരു പഹയന്റെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഓൻ സിലുവിനെ കൊടുക്കാൻ വേണ്ടി, സിലുവിനെ കള്ളിയാക്കി മാറ്റാൻ വേണ്ടി ഒരു കഥ മെനഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ആദ്യം ഗഫൂർക്ക പറഞ്ഞ ആ ഒരു ടൂണ്, വീടെല്ലാം കൊടുത്തതിന് ശേഷം ഊഞ്ഞാലും വിറ്റിട്ട് ഓൻ ഗൾഫിലേക്ക് പോകുന്നു, പ്രവാസിയാണ്, എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓൻ വീണ്ടും ഗൾഫിലേക്ക് പോകുന്നു, ഓനിക്കൊന്നുമില്ല. ഇപ്പോൾ ഓൻ പറയുന്നത് വീട് കൊടുക്കുന്നത് സിലുവിന്റെ അറിവോടുകൂടിയാണ്. സിലുവിനോട് പറഞ്ഞിട്ട് ഓള സമ്മതം വാങ്ങിച്ചതിന് ശേഷമാണ് വീട് കൊടുക്കുന്നത്. അങ്ങനെ വീട് കൊടുത്തിട്ട് ഒരു ഭീമമായ തുക കിട്ടുന്നു. അത് വെച്ച് എന്താണ് ഉണ്ടാക്കുന്നത്? വരട്ടെ. വേറെ പ്രത്യേക കാരണം, നമ്മള് 20 സെന്റ് സ്ഥലം സലിഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിനെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്. അങ്ങനല്ലല്ലോ ഓള് പറയുന്നത്. ഓള് പറഞ്ഞത് ഓൾക്കൊന്നുമില്ല, ഓൾക്കെല്ലാം നഷ്ടമായി. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വീട് ഉപേക്ഷിച്ച് ഒന്നും എടുക്കാതെ ഓൾ പുറത്തിറങ്ങിയെന്നാണല്ലോ ഓള് പറയുന്നത്. ഇപ്പൊ ആരാണ് ഇതിൽ കള്ളം പറയുന്നത്? ആരാണ് പ്രേക്ഷകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കള്ള ഹിമാറ്? അറിയേണ്ടതുണ്ട്. ഓളുടെ വീഡിയോയിൽ പറഞ്ഞത് ഓൾക്കെല്ലാം നഷ്ടമായി, ഓളുടെ ബാധ്യത മാത്രമായി കുട്ടികൾ മാറി, അതിനുശേഷം ഓള് വീട് ഉപേക്ഷിച്ചു പോകുന്നു, മറ്റൊരു വീടെടുക്കുന്നു. എന്നാൽ ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയൻ പറയുന്നത് ഓളുടെ അറിവോടുകൂടി വീട് വിൽക്കുന്നു. ഒരുപക്ഷെ ഇവർ തങ്ങളിൽ ഒരുമിച്ചെടുത്തൊരു തീരുമാനം ഗഫൂർക്ക കൊണ്ട് കുളമാക്കി നശിപ്പിച്ചു. അതായത് ഗഫൂർക്ക ക്ലൈമാക്സിൽ കലമുടച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഗഫൂർക്ക ഓളെ വീണ്ടും ചതിക്കാൻ വേണ്ടി ഓളെ നാട്ടുകാർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുന്നതും ആവാം. ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന് ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എന്റെ ഉത്തരവാദിത്തം ഒരിക്കലും മാറ്റില്ല, അതൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കണ്ട. ഒന്നാലോചിച്ച് നോക്കുക, ഗഫൂർക്ക ഇപ്പോഴും എല്ലാ ചെലവുകളും വീട്ടിലേക്ക് വേണ്ട, അതായത് വീട് വിട്ട് ഓള് വീട് ഉപേക്ഷിച്ച് പോയെങ്കിലും 5 കുട്ടികൾക്കും ഓൾക്കും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പഹയനാണെന്നാണ് ഗഫൂർക്ക പറയുന്നത്. അങ്ങനെയെങ്കിൽ ഓൾ എന്തിനാണ് കുട്ടികളുടെ ഓളുടെ മാത്രം ബാധ്യതയായി, ഓളുടെ തലയിലായി എന്ന് പ്രേക്ഷകരെ ധരിപ്പിച്ച എന്തിനാണ്? ഏറെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ്. ഇതിൽ ആരാണ് കള്ളം പറയുന്നതെന്ന് ഒരെത്തും പിടി നമുക്ക് കിട്ടുന്നില്ല. എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബിൽ എന്താണ് ഇപ്പൊ വന്നിരിക്കുന്നതുകൊണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബിൽ ഞാൻ വന്നാലും എന്നെ വരുത്തിയതാണ്. പിന്നെ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം ഒരു കമന്റ് എന്റെ വാട്സാപ്പിൽ സാധനത്തിന് വേണ്ടി കമന്റ്സിൽ യൂട്യൂബ് നമ്പറും GPay നമ്പറൊക്കെ അതങ്ങളൊക്കെ പിൻ ചെയ്യാൻ അടക്കം അറിയില്ല, അതാവസ്ഥ. പിന്നെ വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, ഒക്കെ പഠിച്ചുവരായിരിക്കും. അപ്പൊ എന്റെ ഒക്കെ ഓൺ വോയിസ് ആണ് ഇടുന്നത്. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നെ എനിക്ക് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിൽ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടായെങ്കിൽ, പിന്നെ കടങ്ങളൊന്നുമില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, വീടും ചെയ്യുന്നത് സെൽഫ് വിട്ടുകാരും നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം വണ്ടി ഈ അല്ല ഗഫൂർക്ക, കള്ളന്മാരെ എന്നോടൊന്ന് ചോദിച്ചോട്ടെ, ഇത്രയും വരുമാനമുള്ള 4 ഷോപ്പ് സ്വന്തമായിട്ടുള്ള ഇതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എന്തിനാണ് പ്രവാസിയാവാൻ വീണ്ടും ഗൾഫിൽ പോകുന്നത്? എടോ, എനക്ക് 4 ഷോപ്പ് സ്വന്തമായിട്ടുണ്ട്, ഓനിക്ക് നല്ല വരുമാനമുണ്ട്, ഓൻ എല്ലാ കാര്യങ്ങളും സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരു പഹയനാ. ഓനിതെല്ലാം ഉപേക്ഷിച്ച് വീടും വിറ്റിട്ട് ഗൾഫിൽ പോകേണ്ട ആവശ്യമുണ്ടോ? അന്നേരം ഓനിക്ക് തലയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, ഓൻ്റെ ആ ഊഞ്ഞാല് ബിസിനസ്, ഈ 4 ഷോപ്പ് സ്വന്തമായുള്ള ഒരു പഹയൻ, ഓൻ്റെ ആ ഊഞ്ഞാല് കച്ചവടം, വീട്ടിലത്തെ ഊഞ്ഞാല് കച്ചവടം ഇതുമായിട്ട് അങ്ങോട്ട് സിങ്കായി പോകുന്നില്ല. അതായത് ഊഞ്ഞാല് ഓൻ വളരെ വില കുറച്ച് കൊടുത്ത് വിൽക്കുകയാണ്. ഓൻ്റെ ഒരു വിൽപ്പന കണ്ടു കഴിഞ്ഞാൽ 4 ഷോപ്പുള്ളൊരു പഹയനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ ഗഫൂർക്ക ജന്മനാ ഒരു വിഡ്ഢിയായി ജനിച്ചു, അല്ലെങ്കിൽ മറ്റുള്ളവരെ വിഡ്ഢിയാക്കാൻ ഗഫൂർക്ക ശ്രമിക്കുന്നു. ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത്,
റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ ആയിട്ട് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കിട്ടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലും വീഡിയോ പോകുമെന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും ശല്യം ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ ശല്യം പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക സെപ്പറേറ്റ് ആയിരുന്നു എന്ന് പറയുമ്പോഴും അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. അല്ല, അങ്ങനെ നുണ പറഞ്ഞ് ക്വാളിറ്റി ബാധിക്കുകയാണെങ്കിൽ ഗഫൂർക്കയുടെ ക്വാളിറ്റി മുഴുവനും ഇടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഗഫൂർക്ക ആദ്യം പറഞ്ഞു ഗഫൂർക്കയ്ക്ക് എല്ലാം നഷ്ടമായി, ഗഫൂർക്ക സീറയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഗഫൂർക്ക ഗൾഫിൽ പോവാന്ന് പറയുന്നു, വീട് വിൽക്കുവാന്ന് പറയുന്നു. പിന്നീട് ഗഫൂർക്ക പറഞ്ഞു ഗഫൂർക്കയ്ക്ക് ഉണ്ടായിരുന്ന ചാനൽ കൂടി ആരൊക്കെയോ തട്ടിയെടുത്തെന്നു ഗഫൂർക്ക പറയാതെ പറഞ്ഞു. അതിനുശേഷം ഇപ്പൊ ഗഫൂർക്ക പറയുന്നു എനിക്ക് 4 ഷോപ്പ് സ്വന്തമായിട്ടുണ്ട്, സാമ്പത്തിക ആവശ്യത്തിലധികമുണ്ട്, വലിയൊരു വീട് വെക്കാൻ പോകുന്നു. എന്താ ഗഫൂർക്ക, എനക്കെന്താ പറ്റിയത്? നിനക്ക് വയ്യെന്നു വന്നല്ലോ തീരെ. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ആരോ വലിയ കള്ളങ്ങൾ പറയുന്നു. അത് ഗഫൂർക്കയാണോ സിലുവാണോ എന്നാണ് അറിയേണ്ടത്. രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെങ്കിൽ തീർച്ചയായും കനത്ത തിരിച്ചടി തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവാം. എന്നാൽ ഇതൊന്നും കുഴപ്പമില്ല, ഓല എങ്ങനെയോ ജീവിച്ചോട്ടെ. ഇയൊക്കെ എന്തിനാ ഓല എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന ഇവരുടെ ആരാധകരായിട്ടുള്ള കള്ളഹിമാറുകളും ഉണ്ട്. ഓളുടെ മാനസികാവസ്ഥ ഒരുപക്ഷെ ഫാമിലി ബ്ലോഗിന് അഡിക്റ്റായ സൈക്കോകൾ തന്നെയായിരിക്കാം അത്തരക്കാർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഇന്നലെ ഓൻ കാട്ടിക്കൂട്ടിയ മറ്റൊരു നാടകം, അതായത് ഓനൊരു ആളെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, ഒരു താത്തച്ചി. ആ താത്ത വരുന്നത് താത്തയ്ക്ക് ഒരു ഊഞ്ഞാൽ സ്വന്തമായി വേണമെന്നുള്ള ഒരാഗ്രഹം. അതായത് ഓന്റെ ഊഞ്ഞാൽ മേടിക്കാൻ വേണ്ടി ഒരു താത്തയും മകനും വരുവാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള താത്ത, ഭർത്താവ് ഉപേക്ഷിച്ച താത്തയ്ക്ക് വലിയൊരു ആഗ്രഹം, ഒരു ഊഞ്ഞാല് മോനിക്ക് മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് താത്ത വരുന്നു. താത്ത പൊട്ടിക്കരയുന്നു. ഒരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവര് മാനിക്ക് ഊഞ്ഞാല് ഭയങ്കര ആഗ്രഹമാണ്, ഊഞ്ഞാല് വേണമെന്നുണ്ട്. പക്ഷെ എന്റെ കയ്യിൽ കാശില്ല, എന്റെ ഭർത്താവില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഊഞ്ഞാല് വാങ്ങിക്കാൻ കാശില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഊഞ്ഞാല് തരാം, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് തോന്നി ഫ്രീ ആയി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ആദ്യം ഊഞ്ഞാല് അവർ വന്നിട്ടുണ്ട്, അപ്പൊ അവർക്ക് ആദ്യം ഊഞ്ഞാല് കൊടുക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വലിയ ഭാരം എനിക്ക് എന്റെ മക്കൾക്ക് തന്നതിന് ഈ കാലത്ത് ഇതൊക്കെ കളിച്ചാൽ ആരും കാലത്തൂട്ടി പോയിരിക്കുന്നു, അവരെ ഇറക്കിവിട്ട് പറഞ്ഞിട്ട് എന്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ അമ്മ വേണം പറഞ്ഞു, ഞങ്ങൾ എനിക്ക് പറ്റില്ല വേണ്ട സങ്കടപ്പെടണ്ട, കാരണം നമുക്ക് നമ്മളെ കഴിയുന്നത് ചെയ്യും. അതാണ് ഇപ്പോ പറയാനുള്ളത്. എനിക്ക് കസ്റ്റമർ ഭക്ഷണം കിട്ടി തന്നിട്ടുണ്ട്, കുട്ടികൾക്ക് ബുക്ക്. അതായത് ആ താത്തയുടെ മുഖം കാണിച്ചിട്ടില്ല, വളരെ നല്ല കാര്യം. താത്ത പൊട്ടിക്കരയുകയാണ്. അതായത് ഗഫൂർക്കയുടെ ആ ഒരു ഉദ്യമം, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ ഊഞ്ഞാൽ, അത്തരത്തിൽ ഒരു തീരുമാനം ഗഫൂർക്ക കൈക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള ഊഞ്ഞാലുകളും ഓൻ ഇതേ രീതിയിൽ കൊടുത്തു തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒരുപാട് ഓർഡറുകൾ വന്നിട്ടും ഓൻ ആ റേറ്റിന്, പറഞ്ഞ റേറ്റിനൊന്നും ഊഞ്ഞാൽ കൊടുത്തിക്കില്ല. അതിനെക്കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാതാണ് ഗഫൂർക്ക പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ റേറ്റിനിക്ക് ഒരു ഊഞ്ഞാലും കൊടുത്തില്ല. ആകെ കൊടുത്തത് ഇവർക്ക് ഗിഫ്റ്റായിട്ട് ഈ താത്തയ്ക്ക് ഒരുപാട് ദീർഘകാലത്ത് ആഗ്രഹമായിരുന്നു. താത്ത പാവപ്പെട്ടയായിരിക്കാം. എനിവേ താത്തയ്ക്ക് ഊഞ്ഞാല് കൊടുത്ത് ഗഫൂർക്ക മാതൃകയാവുകയായിരുന്നു. എനിവേ അവിടെയും ഗഫൂർക്ക നടത്തിയ ഒരു നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും അധികം കള്ളങ്ങൾ കാണിച്ച, കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളഹിമാറായ ഗഫൂർക്കയ്ക്ക് ഇതുപോലൊരു നാടകം നടത്താൻ അധികം റിഹേഴ്സൽ വേണ്ടിവരില്ല. എനിവേ ഏറെ സംശയാസ്പദമായാണ് ഗഫൂർക്കയുടെ ഓരോ നീക്കങ്ങളും വ്യക്തമാവുന്നത്. ഒന്നുകിൽ സിലുവിനെ ഇട്ടുകൊടുത്തതിന് ശേഷം മോളെ എന്താ പറയാ മോശമാക്കാനുള്ള ശ്രമം, അല്ലെങ്കിൽ ഗഫൂർക്കയും സിലുവും കൂടെ കൂടിച്ചേർന്നുള്ള ഒരു ഗംഭീര നാടകമായി ഇത് പര്യവസാനിപ്പിച്ചേക്കാം. ഏറെ ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇവരുടെ ആരാധകരായ പ്രേക്ഷകരാണ്. എന്താണെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഓള് പറയുന്നത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിരിക്കുന്നു. ഗഫൂർക്ക എന്ന് പറയുന്ന പഹയന്റെ വീട്ടിൽ ആക്രമണം നടത്തുന്ന, കുർസി ഇല്ലാതാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആകെ 2 കുർസിയാണ് ഇല്ലാതാക്കിയത്. അത് വലിയൊരു ആക്രമണമാണെന്നൊന്നും നമുക്ക് പറയാൻ, വിധി എഴുതാൻ കഴിയില്ല. ഓനെ കൊണ്ട് അത്രേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഓൻ 2 കസാര ചവിട്ടി പൊളിക്കാൻ ശ്രമിച്ച്, അത് മാത്രമാണ് ഓൻ ചെയ്തിരിക്കുന്നത്. അത് വലിയ ഒരു അത്യാഹിതമായി വലിയ രീതിയിൽ പ്രോപ്പർട്ടി ഡാമേജ് ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല.
അതുകൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത്, ആരുടെ ഭാഗത്താണ് ശരിയെന്നറിയണമെങ്കിൽ ഇനിയും കുറച്ചു കാലം കൂടെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ നിലവിൽ ഗഫൂർക്കയുടെ സകല കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. ഗഫൂർക്കയുടെ മുഖംമൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ഏറെ ദുഃഖകരമായ അവസ്ഥ. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അതായത് ഗഫൂർക്ക എന്ന് പറയുന്ന ഈ ഒരു പഹയനെ ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് ജനങ്ങൾ നെഞ്ചിലേറ്റ് ചെയ്യുകയായിരുന്നു. സിലുവിനെ നെഞ്ചിലേറ്റിയ ആളുകളിൽ ചിലർ തന്നെ ഗഫൂർക്കയും ഒറ്റ രാത്രി കൊണ്ട് 24,000 സബ്സ്ക്രൈബേഴ്സ് ആണ് വന്നത്. ഓനെ നെഞ്ചിലേറ്റ് ചെയ്യായിരുന്നു. ആ നെഞ്ചിലേറ്റിയവരെ അടക്കം ഓൻ ചതിച്ചിരിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.